നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, വസുന്ധരാന്റി എവിടെ അമ്മേ? അത് ഫോണും പിടിച്ച് ഹാളിനുള്ളിൽ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. എന്തോ വലിയ ചർച്ചയാണെന്ന് തോന്നുന്നു. ആ ചർച്ചയുടെ ഡീറ്റെയിൽസ് വേണോ? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓഹോ, വസുന്ധരാന്റി എന്തോ സംസാരിക്കുന്നതെന്ന് നീ ഒളിഞ്ഞു നിന്ന് കേട്ടോ? ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഊഹിക്കാലോ. ഫോണിന്റെ മറുതലയ്ക്കൽ ശിവാനി ചേച്ചി തന്നെയായിരിക്കും. ചർച്ച ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെ കൊളാക്കാന്നായിരിക്കും. പെണ്ണെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കാനൊന്നും നിക്കല്ലേ. അല്ലെങ്കിൽ നോക്കിക്കോ, ഒരു കാരണമില്ലാണ്ട് ഏട്ടൻ പോയി ശിവാനി ചേച്ചിയും അമ്മയും ബർത്ത്ഡേ ഫംഗ്ഷന് ക്ഷണിക്കോ. അവര് വരും, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിന് വസുന്ധരാന്റി കൂട്ടു നിൽക്കുകയും ചെയ്യും. ഇത് ഈശ്വരമംഗലം കുടുംബത്തിലെ ഫംഗ്ഷനാ. പ്രണവിന്റെ ബർത്ത്ഡേ അല്ലേ? അങ്ങനെ ഒരു ഫംഗ്ഷന് ദോഷം വരുന്നതൊന്നും ആന്റി ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ചേച്ചി, ആന്റിയുടെ മനസ്സിൽ ഇപ്പൊ തീ പിടിച്ചു നിൽക്ക. ഇന്നത്തെ ഫംഗ്ഷനിൽ ഇവിടെ വെച്ച് നിധി എന്റർപ്രൈസസ് എന്ന പുതിയ കമ്പനിയുടെ പേര് അനൗൺസ് ചെയ്യും എന്നല്ലേ ഏട്ടൻ പറഞ്ഞിരുന്നേ. അതിന്റെ പുക ആന്റിയുടെ മനസ്സിൽ കാണും. പ്രണവേടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് ചേച്ചിയുടെ പേരിലുള്ള പുതിയ കമ്പനിയും ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ ആന്റി സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഒന്ന് പോയേ. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഒരു പൊതുവേദിയിൽ വെച്ച് ബസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അതെനിക്ക് ഉറപ്പാ. എന്തായാലും പുതിയ കമ്പനിയുടെ പ്രൊജക്ട് ഹെഡ് നിധി മാഡത്തിന് എന്റെ അഡ്വാൻസ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ പോയി വസുവിനെ ഒന്ന് തണുപ്പിച്ച് സോപ്പിട്ട് വിളിച്ചോണ്ട് വരാം. നിങ്ങൾ നിക്കേ. എന്റെ പൊന്ന് പ്രണവേ, ഒന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരൂ. എന്റെ അടുത്ത് ടെൻഷൻ ആവാതെ സമയമുണ്ടെന്ന്. ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ പോലും അവിടേക്ക് വരാൻ അറിയാത്ത ഫൂൾസ്. ഇവരെയൊക്കെ കാറ്ററിംഗ് ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. എന്ത് പറ്റിയേട്ടാ? അവർക്ക് വഴി തെറ്റിയോ? വഴി തെറ്റിയെന്ന് മാത്രമല്ല, അവിടെ ഇവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് വിളിക്കുക. നമ്മൾ ആ ശീമക്കൊന്നയുടെ അവിടം വരെ എത്തി കപ്പ നട്ടിരിക്കുന്ന പുരയിടത്തിന്റെ അടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എവിടെയാന്ന് കരുതിയാ ഞാൻ വഴി പറഞ്ഞു കൊടുക്കുന്നത്? ചേട്ടൻ ടെൻഷൻ അടിക്കാരി, അവരിങ്ങ് എത്തിക്കോളും. എത്തിക്കോളൂന്നല്ല, ഒരു വിധത്തിൽ അവരിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇനി എന്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയണം. ഇന്ന് എന്റെ പിറന്നാൾ വേദിയില് സർപ്രൈസുകളുടെ ഒരു മഹാപ്രളയമായിരിക്കും എന്നാണ് എന്റെ ഒരു ഊഹം. എന്തൊക്കെയാണ് ചേട്ടൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? സർപ്രൈസ് എന്താണെന്ന് നേരത്തെ ആരെങ്കിലും പറയോടാ മണ്ട. നീ നേരെ റെഡിയായി സ്റ്റേജിലേക്ക് വാ, അവിടെ വെച്ച് കാണാം. പിന്നല്ലാതെ. അതെ അതെ, ദാറ്റ്സ് ഗുഡ്. അത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. അതാവുമ്പോ സേഫ് ആയിരിക്കുമല്ലോ. അതൊരു ഡ്രീമാണ്. എങ്ങനെയും അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതൊക്കെ നമുക്ക് നോക്കാവുന്നേ. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് കറക്റ്റാ. ഓക്കെ ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വസു, ഞാൻ പിന്നെ വിളിക്കാവേ. എന്താ എടുത്തി? വസു ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരും ഇവിടെ ഉള്ളത്? അതിനല്ലേ ഏട്ടത്തിയുടെ മരുമോള് ഓൾ ഇൻ ഓൾ ആയിട്ട് അവിടെ ഉള്ളത്. അതിനിടയിൽ എന്റെ സാന്നിധ്യം പോലും ചിലപ്പോ അരോചകം ആവും. അങ്ങനെയൊന്നും പറയല്ലേ വസു. വസുവിന് വേണ്ടപ്പെട്ട ആരൊക്കെയോ വന്നിട്ടുണ്ട്. ചെല്ലേ, അവരെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോ. അവരൊന്നും എന്റെ ആരുമല്ല. ക്ഷണിച്ചവരാരാണോ അവർ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോട്ടെ. ഈ ഫംഗ്ഷൻ ഞാൻ ഏറ്റെടുത്ത് നടത്തി എന്റെ ഉത്തരവാദിത്വത്തിൽ ഗംഭീരമാക്കുമെന്ന് വീരവാദം മുഴക്കിയ ചിലരുണ്ടല്ലോ. അവര് തന്നെ എല്ലാം നടത്തട്ടേന്ന്. അതിനപ്പുറം ഞാൻ എന്തിനാ? എന്റെ ആവശ്യം എന്താ? എന്തിനാ അധികം പറ്റാവുന്നത്? കാണാമല്ലോ ഓരോരുത്തരുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന്. ദേ കണ്ടില്ലേ, ഏട്ടത്തിയുടെ ബന്ധുക്കള് വന്നിട്ടുണ്ട്. 100.
അമ്മേ വരൂ. ശിവാനി അമ്മയും വന്നില്ലേ നിങ്ങള്? അവർക്ക് എവിടെ പോണെന്ന് പറഞ്ഞു. ആ ഇങ്ങെത്തിക്കോളാന്നാ പറഞ്ഞത്. വരുമായിരിക്കും. ചന്ദ്രിക വാ, അകത്തേക്ക് പോ. വാ വാ അമ്മേ. നിഖിലേ വാ വാ നിഖിലേ. വാ. എന്തു പറ്റി? ശിവാനി അമ്മയും വന്നില്ലല്ലോ. ഇനി എല്ലാം ഏറ്റുപിടിച്ചു വെച്ചിട്ട് വരാതിരുന്ന് കളയോ? ഒന്ന് വിളിച്ചു നോക്കാം. എന്താ മോളെ, എന്താ കാര്യം? അല്ലമ്മേ, ശിവാനി അമ്മായും വരൂന്നുള്ള കാര്യം ഉറപ്പാണോ? രണ്ടാളും ഞങ്ങൾ ഇറങ്ങും മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങോട്ട് എത്തിക്കോളാന്നാ പറഞ്ഞേ. നിങ്ങൾ ഇറങ്ങും മുന്നേ ഇറങ്ങിയിട്ട് അവരിതെവിടെ പോയി? എന്റെ ബലമായ സംശയം ഫംഗ്ഷൻ കുളവാക്കാൻ എന്തോ പരിപാടി ഒപ്പിക്കാൻ പോയിക്കുവാണെന്നാ. അക്കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. എന്ത് പ്ലാൻ ഒപ്പിച്ചാലും ഇവിടെ അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ എന്തിനു പേടിക്കുന്നേ? ഇവിടെ എവിടെയെങ്കിലും വന്ന് നിന്നിട്ട് പോട്ടെ. അതല്ലമ്മേ, ആ ശിവാനി വന്ന് നിന്നാ തന്നെ മൊത്തത്തിലുള്ള എന്റെ സന്തോഷമൊക്കെ ഡൗൺ ആവും. അമ്മായിയാണെങ്കിൽ പരിസരം നോക്കാതെ ഓരോ അഭിപ്രായം വിളിച്ച് പറയുകയും ചെയ്യും. ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന ചടങ്ങാണ്. എന്തായാലും ക്ഷണിച്ചു പോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശിവാനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവളുടെ മേലൊരു കണ്ണ് വേണം. ശരി, വാ പോവാം. നിങ്ങൾ വാ വാ. എടാ നീ ആ മൊബൈലൊന്ന് നോക്കിയേ, ഞാനത് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എടാ അതങ്ങനെ എൻ്റെ സെൻഡ് ആയിട്ടുണ്ടല്ലോ. നീ ഒന്ന് ഹോൾഡ്, ഞാൻ നോക്കട്ടെ. അമ്മേ, പ്രണവ് പ്രണവ്. അല്ല നിങ്ങളെന്താ അവരുടെ കൂടെ വരായിരുന്നേ? മോക്കേ മോളുടെ ഫ്രണ്ടിന്റെ വീട് വരെ ഒന്ന് പോണായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് എങ്ങോട്ട് വന്നേ? ഹാപ്പി ബർത്ത്ഡേ പ്രണവ്. ഓ താങ്ക് യു. ശിവാനിക്ക് ഡ്രസ്സ് നല്ലപോലെ ചേരുന്നുണ്ട്. താങ്ക് യു പ്രണവ്. ആഹാ, ഇത് ശിവാനിക്ക് ഗൗതമേട്ടന് നിധി ചേച്ചിയും കൂടെ വാങ്ങിച്ചു തന്ന ഡ്രസ്സല്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അകത്തോട്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വഴി പറഞ്ഞു കൊടുക്കട്ടെ. അകത്തോട്ടിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ വന്ന കാലിൽ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് ചെല്ലേ, വാ.